10 വർഷം എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുമുള്ള വർഗീയ ലഹള ഇല്ലാതെ പോയ 10 വർഷം എന്നുള്ളത് കേരള ജനത മറന്നു പോകരുത്. ഒരു വിധത്തിലും ഏറ്റവും മനുഷ്യന് ആവശ്യമായ കാര്യം വെച്ചാൽ സ്വസ്ഥമായി ജീവിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ട അന്തരീക്ഷം ഒരുക്കി കൊടുക്കുവാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതിന് യാതൊരു സംശയം എല്ലാവർക്കും അറിയാവുന്നൊരു നഗ്ന സത്യമാണ്. അത് മറ്റുള്ള പാർട്ടിക്കാർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് വികസനത്തെക്കുറിച്ച് പറയുമ്പോഴായാലും സ്വസ്ഥമായി ജീവിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറയാതെ ഇപ്പം എന്തൊക്കെയോ വേറെ ഡീലെന്നോ മറ്റുള്ള വാക്കുകൾ തേടിപ്പോകുന്നത്. അതുകൂടാതെ മറ്റുള്ളവരെ മന്ത്രിയാക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം ഒരു ഇലക്ഷനിൽ നിന്നും ഒളിച്ചോടി വേറെന്തിലേക്ക് എത്തിക്കാനുള്ള തിരുവനന്തപുരത്തടക്കം പലയിടങ്ങളിലും ഡീൽ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഈ ഭരണപക്ഷവും പ്രതിപക്ഷമാണെങ്കിൽ ഇപ്പൊ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കാലത്തെ ചർച്ചകളിലൊന്നും ഡീൽ രാഷ്ട്രീയം തന്നെയാണ്. പക്ഷെ അങ്ങ് നേരിട്ട് ആളുകളുടെ അടുത്തേക്ക് എത്തുകയും എല്ലാ ദിവസവും ആളുകളെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നയാളാണ്. അപ്പം ഈ ഡീൽ രാഷ്ട്രീയം ശരിക്കും ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഈ പറഞ്ഞ ആളിന് മാത്രമേ, പറയുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതൊരു ചർച്ചയായിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇതെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരും ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, ഇലക്ഷന് ജയിക്കാൻ നോക്കുന്നു. അപ്പോഴാണ് അനാവശ്യമായ വാക്കുകൾ കൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഒരു തോൽവിയുടെ ഒരു മണം അടിക്കുമ്പോൾ പറയുന്നതാണ് ഇതെല്ലാം. കുഴപ്പമില്ല, പറഞ്ഞോട്ടെ. ഇതെല്ലാം പറയാൻ പറ്റുന്ന എന്ന് വരെയാ? ഈ ഏപ്രിൽ 9 വരെ തന്നെയല്ലോ പറയട്ടെ. നമ്മളത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിനാൽ തന്നെ പ്രത്യേകം ഇപ്പോഴും എടുത്തു പറയുന്നു, എൻ്റെ എതിർ സ്ഥാനാർത്ഥികളെയോ എതിർ പാർട്ടിയെയോ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഞാൻ എന്താണ് എന്ന് എന്നെ അറിയില്ലാത്തവരുടെ ഇടയിൽ ചെന്ന് ഞാൻ എന്താണ് എന്നുള്ളത് പരിചയപ്പെടുത്തുക, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുക. എന്നുവെച്ചാൽ നമ്മളെ പ്രഖ്യാപനങ്ങളല്ല, പറയുക. ഇതാണ് ഞാൻ ചെയ്യുന്നത്. അവരുടെ ഇടയിൽ നിന്നും വന്ന് അവരുടെ ഇടയിലേക്ക് മാത്രം പ്രവർത്തിക്കാൻ, അവരിലേക്ക് നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും അത്തരത്തിലുള്ളൊരു പ്രവർത്തനം എൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടാകും. മറ്റാരുണ്ട് LDF അല്ലാതെ?